എന്താണ് ഒറ്റയ്ക്കായിപ്പോയോ? ഒറ്റയ്ക്കായി പോകും തോന്നോ? അതൊരു ഭയങ്കര ഭാഗ്യമാണ്, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണെന്ന് മനസ്സിലാക്കൂ. 5 പോയിന്റുകളിൽ ആദ്യത്തേത്, നമ്മുടെ ബോധമണ്ഡലം വികസിക്കും തോറും, നമ്മുടെ അറിവ് കൂടും തോറും, നമ്മുടെ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ അറിവ് വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് മനസ്സിലാക്കണം. എല്ലാവരെയും കൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. ലൈഫിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ ചിന്താധാര മാറുമ്പോൾ, അല്ലെ അവരുടെ ചിന്താധാര മാറുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതൊരിക്കലും നഷ്ടമായിട്ട് മനസ്സിലാക്കരുത്. പകരം എങ്ങനെ മനസ്സിലാക്കണം? പ്രകൃതി നമ്മളെ തിരഞ്ഞു പിടിച്ച് ഫിൽട്ടർ ചെയ്യുന്നതാണ്, നിർദ്ധാരണം ചെയ്യുന്നതാണ് മനസ്സിലാക്കണം. നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടവർ മാത്രം ഉണ്ടായാൽ മതിയെന്നേ. ഒരുപാട് പേരെന്തിന്? അതൊരു ഭാരമാണ്. ഒരുപാട് പേര്, വളരെ കുറച്ച് പേര് മതി. നിങ്ങളുടെ ചിന്താധാരയോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് വേണ്ടാത്തതൊക്കെ ബ്ലോക്ക് ചെയ്ത്. നിങ്ങളുടെ മിക്ക പ്രശ്നങ്ങളുടെയും പ്രധാന വിഷയം ഈ ഫോണിൽ ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റുകളും ആവശ്യമില്ലാത്ത മെസ്സേജും നെഗറ്റീവ് മാത്രം നിങ്ങളിലേക്ക് അയക്കുന്നവരും ഒക്കെയാണ്. എല്ലാവരെയും വാനിഷ് ആക്കൂ. സത്യം പറഞ്ഞാൽ ഫോൺ കൈ തൊടാതെ ഇങ്ങനെ ഇരിക്കലാണ്, ഈ റീലൊക്കെ കാണാനായിട്ടല്ലാതെ. ഫോൺ എടുത്ത് ചുമ്മാ ആവശ്യമില്ലാതെ ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ മനസ്സമാധാനത്തെ കളയുന്നു എന്ന് തോന്നുന്ന കോണ്ടാക്റ്റുകളെ കണ്ണും പൂട്ടി ബ്ലോക്ക് ചെയ്യണം. അവരുടെ മനസ്സമാധാനം പോട്ടെ. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു തിയേറ്ററിൽ പോയിരുന്ന് സിനിമ ആസ്വദിക്കാൻ പറ്റുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയിരുന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കോഫി കുടിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് നന്നായി. നമുക്ക് കോഫി കുടിക്കാൻ പോണേ കൂടുതൽ ആൾ വേണം, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകാൻ കുറെ കൂട്ടുകാർ വേണം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കാനുള്ള ധൈര്യം, ഒറ്റയ്ക്ക് നമ്മൾ തന്നെ നമ്മളോട് കാര്യം പറഞ്ഞൊരു കോഫിയും കുടിച്ച് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് സിനിമയൊക്കെ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളരും. ആർക്കും ഉത്തരവാദിത്തം വേണ്ടല്ലോ. നമ്മുടെ ലൈഫിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നേ. നമ്മൾ സർവ്വസ്വതന്ത്രരാവുകയാണ്. ആ പോയിന്റിൽ മനസ്സിലാക്കൂ. ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. നാലാമത്തേത്, നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ടല്ലോ. നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, അല്ലെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നിട്ട് മാറി നിന്നിട്ട് നമ്മളെ കുറ്റം പറയുന്ന, നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അവരുടെ ഉള്ള് ശരിയല്ലാത്തതിൻ്റെ. നിങ്ങളുടെ പ്രശ്നമല്ലത്. നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന മനുഷ്യരുടെ ഉള്ള് ശരിയാകണമെന്നില്ല. ഈ ഉള്ളു ശരിയല്ലാത്ത ഒരാൾ താനേ നശിക്കും. അപ്പം നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നവരെ നിങ്ങൾ ഇങ്ങനെ ശത്രുതയോടെ കാണേണ്ട കാര്യമില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ബേജാറാകേണ്ട കാര്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. കാരണം ഓൾറെഡി അവരുടെ ഉള്ളു മോശമാണ്. ഈ ഉള്ളു മോശമായ മനുഷ്യർ തനിയെ നശിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അത് തനിയെ പൊക്കോളും. അവരുടെ ഉള്ളു അവർ ശരിയാക്കി എടുത്തില്ലെങ്കിൽ അവർക്കാണ് ദോഷം, നിങ്ങൾക്കല്ല. അതുകൊണ്ട് അവരെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യൂ. ഒറ്റപ്പെടൽ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കൂ. അഞ്ചാമത്തത്, ഫൈനൽ പോയിന്റ്, പറയുന്നത് കേട്ടാൽ ഇതിനകത്തിരുന്ന ഒരാൾ പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യേ, അങ്ങനെ പോ. ആ പറയുന്നതിനെ മാത്രം ട്രസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഇന്റൻഷൻസ് പ്യൂർ ആണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് തെറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്ന കാര്യത്തിനെ കൃത്യമായി തലച്ചോറ് കൊണ്ട് ആലോചിച്ച് വർക്കൗട്ട് ചെയ്താൽ മതി. നെഗറ്റീവ് തലയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റുകൾ നിങ്ങൾ ഓർക്കണം. ഒറ്റപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ഇത് സേവ് ചെയ്യണം. ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. ഫോളോ ചെയ്ത് നിങ്ങളുടെ കയറി വായ പരകട്ടെ പ്രകാശം.